നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഡോക്ടർ രോഹിത്തിനെ പരിശോധിച്ചതിന് ശേഷം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഈ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ രോഹിത്തിന് പനി കുറഞ്ഞാൽ മതി. അവന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം ഭാരേന്ദ്രൻ പറഞ്ഞു, ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിച്ചു. അല്ല, ഇവിടെ നിങ്ങൾ നോക്കുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആളുടെ ബോഡി ഇത്തിരി വീക്കാണ്. ട്രിപ്പ് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ മരുന്നൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫുഡ് നന്നായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ബോഡി ഇനി വീക്കായിക്കൊണ്ടിരിക്കും. ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിക്കണേന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഡോക്ടറെ. മെഡിസിനൊക്കെ കൃത്യസമയത്ത് തന്നെ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നീട് അലീന അവൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ് രോഹിത്തിൻ്റെ. ഈ സമയത്ത് ബാലേന്ദ്രൻ ഡോക്ടറെ കൊണ്ടുവിടാനായിട്ട് പോയി. അലീന അവൻ്റെ അടുത്തിരുന്നിട്ട് അവന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവന് ഇങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ചിരുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 1-2 ദിവസമായിട്ട് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ബോഡി നന്നായിട്ട് വീക്കായിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് പനിയും ചുമ, വൈറൽ പനിയും കൂടെയാണ്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല രോഹിത്തിന്. അലീന തന്നെ ഒരു വിധത്തിൽ പിടിച്ച് അങ്ങനെ അവനെ കട്ടിൻ്റെ ക്ലാസ്സിലേക്ക് ചാരിയിരുത്തി. എന്നിട്ടാണ് അവന് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. ഈ സമയത്ത് മണിശങ്കർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കർ ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? നീ കടപ്പാട്ടിൽ പോയിട്ട് ബാലേന്ദ്രൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറയാനായിട്ടാ, അങ്കിൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് തീരുമാനം? അങ്കിളിന് 1-2 ഡിമാൻഡുകളുണ്ട്. വൈജാൻ്റെ അങ്ങോട്ട് ചെല്ലുന്നോണ്ട് അങ്കിളിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ അവിടുന്ന് അലീനയെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു. അവിടേക്ക് ഇനി വൈജാൻ്റെ ചെന്നാലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അലീനയെ പറഞ്ഞു വിട്ടിട്ട് വൈജാൻ്റെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് അങ്കിള് പറയണേ. ഇത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെ വൈജി അവിടെ പോയി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിൽക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ. ഇപ്പം രോഹിത്തിൻ്റെ കണ്ടീഷൻ അത്ര ശരിയായിട്ടുള്ള കണ്ടീഷനൊന്നും അല്ല. അവൻ ജയിലിൽ നിന്ന് വന്നെങ്കിലും പഴയതുപടിയൊന്നും ആയിട്ടില്ല. അവൻ എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവനെ കാണാനോ ഒന്ന് ശരിക്കും സംസാരിക്കാനോ പോലും പറ്റിയിട്ടില്ല. അവൻ ആരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും? വൈജ അങ്ങോട്ടേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛൻ ഇനിയിപ്പോൾ വൈജാൻ്റിയുടെ ഇഷ്ടത്തിനെല്ലാം വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ തർപ്പിച്ച് പറയണം. ആൻറ്റി കടപ്പാട്ടുകളിലേക്ക് ചെന്നില്ലെങ്കിൽ ആൻറ്റിയുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടില്ല എന്നുള്ള കാര്യം. നാളെ വെല്ലച്ചനും വരുമല്ലോ. വെല്ലച്ചൻ വന്നു കഴിയുമ്പോൾ വെല്ലച്ചനും അച്ഛനും കൂടെ പോയി ആൻറ്റിയോട് സംസാരിക്കുക. എങ്ങനെയെങ്കിലും കടപ്പാട്ട് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ ആൻറ്റി സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസം പോയി അവിടെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അങ്കിൾ വെറുതെ ഇരിക്കുമോ? പോരാത്തതിന് കോടതി കേസ് ഫയൽ ചെയ്യാനായിട്ട് പോകുകയാണ്. കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാറാൻ പോകുന്ന ആരായിരിക്കും? ഇത് കൈതയ്ക്കൽ മാളി വീട്ടുകാരായിരിക്കും നാറാൻ പോകുന്നത്. വൈജാൻറ്റിയുടെ കഥകളൊക്കെ പഴയ കളി ചരിത്രങ്ങളൊക്കെ അങ്കിൾ അങ്ങോട്ട് വിളിച്ചു പറയും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആൻറ്റി കടപ്പാട്ട് വീട്ടിലേക്ക് ചെല്ലണം. പിന്നെ അലീന എന്നോടൊരു കാര്യം പറഞ്ഞു. ആൻറ്റി വേറെ വീട് മാറുവാണെങ്കിൽ അലീന പിന്നെ ആ വീട്ടിൽ നിൽക്കില്ലെന്ന്, അലീന അവിടുന്ന് പോകത്തുള്ളെന്ന്. അങ്ങനെ പോകാനായിട്ട് അങ്കിള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതിനേക്കാളും ഭേദം ആൻറ്റിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് തിരികെ കൊണ്ടില്ലെന്നല്ലേന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, നോക്കാം. നാളെ ഗംഗേട്ടൻ വരുമല്ലോ. ഗംഗേട്ടൻ വന്നിട്ട് ഗംഗേട്ടനുമായിട്ടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ ശിവശങ്കരൻ മുറിയിലേക്ക് ചെല്ലുമ്പത്തേനും കമല പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളുടെ പെങ്ങൾക്ക് പണ്ട് തൊട്ടേ ഒരെല്ല് കൂടുതലുണ്ട്. ഞാൻ എന്തേലും പറയുമ്പോൾ പിന്നെ അത് നാത്തൂം പോരാന്ന് പറയും. അവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കാവോ എന്നെ കമലെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഒരു സമാധാനം ഇല്ലാതിരിക്കുക. ആ സമയത്ത് നീയും കൂടെ ഇങ്ങനെ തുടങ്ങരുത്. ഹരിയുടെ കാര്യം ഓർത്തിട്ട് എങ്ങനെന്താവും അറിയത്തില്ല. അപ്പോഴാണ് വൈജി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാത്തിനും കൂടെ ഓടാനായിട്ട് ഞാൻ ഒറ്റയാളല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അതിന് ശിവേട്ടന് ഓടിയിട്ടും കാര്യമൊന്നുമില്ലോ. ഹരിയെ പുറത്തിറക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. ദേ ഒരെണ്ണം കിട്ടു തന്നാണ്ടല്ലോ. എടി, ഞാൻ ഇമാതിരി കിടന്ന് നെട്ടോട്ട് ഉടന്ന് നീ കാണുന്നതല്ലേ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്തു. എന്നിട്ട് വലുതായോ? ഇനി എന്നെ കുറ്റപ്പെടുത്താൻ വന്നാണ്ടല്ലോ. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമലയോട് ദേഷ്യപ്പെടുവാണ് ശിവശങ്കരന്. ഇതേ സമയത്ത് ബാലേന്ദ്രൻ ഡോക്ടറെ കൊണ്ട് വിട്ടിട്ട് തിരികെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് രോഹിത്തിൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ അലീന അടുത്ത് തന്നെയുണ്ട്. രോഹിത്തിൻ്റെ അരികിൽ തന്നെ രോഹിത്തിൻ്റെ മുടികളിലൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രോഹിത്ത് പതുക്കെ ഒന്നും മയക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്ത് മെഡിസിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പനിയൊക്കെ വിട്ടു. ഈ സമയം ബാലേന്ദ്രൻ വന്നിട്ടുണ്ട്. മോളെ നീ പോയിക്കോ, ഞാൻ ഇവൻ്റെ അടുത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, അച്ഛന് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അച്ഛൻ അതേ സ്ട്രെയിനൊന്നും എടുക്കണ്ട. അച്ഛൻ പോയി കിടന്നു.
ഇവൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അല്ല, അവനൊന്നും കഴിച്ചില്ലോ, അതൊക്കെ ഞാൻ കഴിപ്പിച്ചോളാം, പനിയൊന്ന് കുറഞ്ഞിട്ട് ഞാൻ അവനെ കഴിക്കാനൊക്കെ കൊണ്ടായി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനെ പറഞ്ഞു വിട്ടു. കുറച്ച് സമയം അലീന ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു വിഷമം അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതാണ് കാരണം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അലീന പോയി കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും രോഹത്തിൻ്റെ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹത്തിനെ പതുക്കെ വിളിക്കുകയാണ്. രോഹത്തെ എഴുന്നേക്ക്, എന്തെങ്കിലും കഴിപ്പിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രിപ്പൊന്നും ഇടാത്തതുകൊണ്ട് ബോഡി പെട്ടെന്ന് വീക്കാവും. പക്ഷെ രോഹത്ത് എഴുന്നേറ്റില്ല. ഒടുവിൽ അലീന ഒരു വൃത്തി ബലമായിട്ട് പിടിച്ച് അവനെ ചാരി ഇരുത്തിയിട്ട് കഞ്ഞി കോരി കൊടുക്കുകയാണ്. ആദ്യം അവന് വിസമ്മതിച്ച് കഞ്ഞി കുടിക്കാനായിട്ട്. അലീന പറഞ്ഞു, കഞ്ഞി കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ട് ഡ്രിപ്പ് കൊണ്ടുവരും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നീ മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, കഞ്ഞി കുടിച്ചാൽ മതിയാവുള്ളൂ, എങ്കിലും ഈ മെഡിസിനൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നിനക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും നിന്റെ ബോഡി വീക്കാവെന്ന് പറഞ്ഞു. പിന്നെ രോഗത്തിന് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അലീനെ കഞ്ഞി കോരി കൊടുക്കണം. രോഹിത്ത് അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ കഞ്ഞിയൊക്കെ കുടിച്ചു. രോഹിത്തിന് അലീനയുടെ സ്നേഹം മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്വന്തം പെറ്റമ്മ പോലും അങ്ങനെ ഇരുന്ന് രോഹിത്തിനെ ശുശ്രൂഷിച്ചിട്ടില്ല, ഒരു പനിയോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ. പക്ഷെ അലീന അങ്ങനെ ആയിരുന്നില്ല. ഒരു ചേച്ചിയുടെ, അമ്മയുടെ, എല്ലാവരുടെ സ്നേഹം, അവൻ എപ്പോഴാണ് സ്നേഹം ആവശ്യമുള്ളതെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പോഴവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു സമയമാണെന്ന് അലീനയ്ക്ക് തോന്നിയായിരുന്നു. അവൻ കൈവിട്ട് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണം. അതിന് അലീനയ്ക്ക് സാധിക്കുമെന്ന് അലീനയ്ക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. പോരാത്തതിന് അലീന ഈ രോഗികളൊക്കെ ശുശ്രൂഷിക്കുന്ന കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് അലീനയ്ക്ക് അതൊക്കെ നന്നായിട്ട് വശമുണ്ടായിരുന്നു. പനി പിടിച്ച ആളെ നോക്കേണ്ട എങ്ങനെയാണെന്നും അതൊക്കെ അലീനയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതിൻ്റെതായ എല്ലാ കെയറിങ്ങും കൊടുത്താണ് അലീന രോഗത്തിനെ നോക്കുന്നത്. അന്നത്തെ രാത്രി അലീന ഉറങ്ങിയില്ല. രോഗത്തിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ ഇരുന്നു. കൃഷ്ണമോള് കുറച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോഴും അലീന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, ചേച്ചി പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞു. വേണ്ട, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനിവൻ്റെ അടുത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു. കാരണം ഇനി എങ്ങാനും ഇടയ്ക്ക് പോലെ പനി കൂടുമല്ലോ എന്നൊക്കെ അറിയത്തില്ലോ. അതുകൊണ്ട് രോഗത്തിൻ്റെ അടുത്ത് തന്നെയാണ് അലീന ഇരുന്നത്. ഇടയ്ക്ക് കണ്ണു തുറന്ന് രോഗത്തിങ്ങനെ പതുക്കെ നോക്കുന്ന സമയത്ത് അലീൻ്റെ തൻ്റെ അടുത്തിരിക്കുന്ന രോഗത്ത് കാണുന്നുണ്ടായിരുന്നു. അവൻ ചെറിയ മയക്കത്തിലാണെങ്കിലും അതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രോഗത്തിന് കുറച്ച് പനി കുറഞ്ഞു. അപ്പോഴാണ് അലീനയ്ക്കൊരു ആശ്വാസമായത്. ഈ സമയത്ത് മാമച്ചനും ഗ്രേസ് അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഡോക്ടറെ കണ്ട് തിരിച്ചു വരുവാണ്. അന്ന് രേവതിക്കുട്ടി പോയിട്ടുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് അന്ന് പോയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഗ്രേസമ്മയൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് റിസൾട്ടൊക്കെ വാങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചന് ഷുഗറും കൊളസ്ട്രോളും എല്ലാ സാധനങ്ങളും കൂടുതലാണ്. ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല. ഒടുവിൽ രേവതിക്കുട്ടി മെഡിസിനൊന്നും കഴിക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് മെഡിസിൻ ബോക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്. രേവതിക്കുട്ടി രാവിലെ കോളേജിൽ പോയിട്ട് വൈകുന്നേരം വരിക. അപ്പം എല്ലാം എടുത്തു കൊടുക്കാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിക്കുന്നുണ്ടെന്ന് ഓർത്ത് രേവതിക്കുട്ടി ഇരുന്നു. പക്ഷെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. രേവതിക്കുട്ടി വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പം നിങ്ങൾ ഇത്രയും നാളും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, മെഡിസിൻ ഒന്നും കഴിക്കാതിരുന്നിട്ട് ആൻറ്റി പോലും ശ്രദ്ധിച്ചില്ലല്ലേ, രണ്ടുപേരും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് കോളേജിലേക്ക് പോയി കഴിഞ്ഞ് ഇഷ്ടമുള്ള ഫുഡും കഴിച്ച് നിങ്ങളുടെ തോന്നിയാസമായിരുന്നല്ലേ, അതിനു വേണ്ട നിങ്ങൾ എന്നെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടേരെന്നൊക്കെ ചോദിച്ചിട്ട് വിഷമിച്ച് പോയിരിക്കുകയാണ്. രേസമ്മയ്ക്കും മാമച്ചനും സങ്കടമായി. പിന്നീട് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന രോഹിത്തിൻ്റെ അടുത്തായിരുന്നു. കൃഷ്ണമോളാണ് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ പോയി എടുക്കുന്നത്. രേവതിക്കുട്ടി എന്നറിഞ്ഞപ്പോൾ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അലീന ചേച്ചി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന ചേച്ചി രോഹിത്തേൻ്റെ മുറിയിലാണ്. രോഹിത്തേൻ്റെ പനി ആയതുകൊണ്ട് അവിടെയാന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തോ ഒരു വിഷമമുള്ളത് പോലെ രേവതിക്കുട്ടിക്ക് ഉള്ള പോലെ കൃഷ്ണമോൾക്ക് തോന്നി. അങ്ങനെ കൃഷ്ണമോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ചിലപ്പം അത്ര വലിയ കൂടുതലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും രേവതി ചേച്ചിയോടൊന്നും പറയാതിരുന്നേ, സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ അലീന ചേച്ചിയോട് വിളിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ ഇങ്ങോട്ട് വന്നു. ഗ്രേസമ്മ വന്നിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, അതെ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തിന് വേണ്ട, എന്നോട് കൂട്ടുകൂടാനൊന്നും വരണ്ട. എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ വിശ്വസിച്ചല്ല ഞാൻ കോളേജിലേക്ക് പോയത്.
അപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുന്നില്ല, തോന്നിയ ദിവസം ഫുഡെല്ലാം കഴിച്ച് എല്ലാം കൂട്ടി വെച്ചു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട്, പിന്നെ എനിക്കാരോ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. രേസമ്മ കെട്ടിപ്പിടിച്ച് രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ വരുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ വന്നു കഴിഞ്ഞപ്പോൾ മണിശങ്കറും ശിവനും ഒക്കെ പോയി ഗംഗാധരനോട് സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വൈജയെ അങ്ങോട്ട് കൊണ്ടുവരണം കടപ്പാട്ട് വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അവളുടെ തോന്നിയാസം വിട്ടിട്ട് കാര്യമില്ല. ഗംഗാധരൻ പറഞ്ഞ് നമുക്ക് പറഞ്ഞു നോക്കാം. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പിടിവാശിയും കാര്യങ്ങളൊക്കെ അല്ലേ. മനു പറഞ്ഞു അങ്ങനെ പിടിവാശി വെച്ചുകൊണ്ട് ആൻറ്റി ഇരിക്കും. വിട്ടുകൊടുക്കല്ലേ വലിയച്ച, വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ ജീവിതം തന്നെയായിരിക്കും തകർന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആൻറ്റി എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കടപ്പാട്ടൊക്കെ തന്നെ തിരിച്ചു വിടണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പം ഗംഗാധരൻ നോക്കാം, നമുക്ക് പോയി സംസാരിച്ച് നോക്കാം. നമ്മുടെ ശിവശങ്കരനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.